ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോവുകയാണ്. ഇറങ്ങുമല്ല, അത് നമ്മുടെ ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനമായ ആസാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ മണിമല, പൊൻകുന്നം, പാല, മൂവാറ്റുപുഴ വഴിയാണ് ഞങ്ങൾ നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്നത്. അങ്ങനെ വെളുപ്പിനെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തെത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് കയറുകയാണ്. എയർപോർട്ടിൽ കയറി ഞങ്ങൾ പോകുന്ന വാഹനം എന്തായാലും അവിടെ പാർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചു. ഏകദേശം പെർ ഡേ 300 രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് പറയുന്നത്. ഞങ്ങൾക്ക് ഏകദേശം ഒരാഴ്ചയോളം അവിടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ദീർഘദൂര യാത്രകൾ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വാഹനമൊക്കെ പാർക്ക് ചെയ്ത് എയർപോർട്ടിനുള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിനുള്ളിൽ കടന്ന് ബാഗേജ് ചെക്കിങ്ങിനും ബോർഡിംഗ് പാസ്സും ഒക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് പോവുകയാണ്. അവിടെ അങ്ങനെ ചെന്ന സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളുടെ ഗേറ്റിനടുത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ഗേറ്റിനടുത്ത് വന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 10:40-നാണ്. അപ്പോൾ 10:40 ഇവിടുന്ന് പുറപ്പെട്ട് ബാംഗ്ലൂർ ചെന്ന് അവിടുന്ന് നമ്മൾ ആസാമിലേക്കുള്ള യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടെങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ബോർഡിംഗ് ടൈം ആയി എന്ന അനൗൺസ്മെൻറ്റ് കേട്ടു. അങ്ങനെ ഞങ്ങൾ ഹാൻഡ് ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ താഴേക്ക് ചെന്നുടനെ അവിടെ ബസ് നമ്മളൊക്കെ കാത്തു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ് കയറി ഞങ്ങൾ ഫ്ലൈറ്റിനടുത്തേക്കുള്ള യാത്രയാണ്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ റൺവേയും മറ്റുള്ള കാര്യങ്ങളും മറ്റ് ഫ്ലൈറ്റുകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റായ ഇൻഡിഗോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് ഏകദേശം ചിറകിൻ്റെ ബാക്കിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ബാക്കിലൂടെയാണ് കയറുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക ഒരു ശ്രദ്ധിക്കുക. കാരണം നമ്മൾ 2 സോണായിട്ടാണ് അവർ നമുക്ക് ബോർഡിംഗ് പാസ് അലോ ചെയ്യുന്നത്. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള സീറ്റുകൾ സാധാരണ ഫസ്റ്റ് സോണും 21 മുതൽ ബാക്കിയുള്ള സീറ്റുകൾ സെക്കൻഡ് സോണും എന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് സോണായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിലൂടെയാണ് ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഞങ്ങളുടെ വിൻഡോ സീറ്റ് മുതൽ അങ്ങോട്ടുള്ള 3 സീറ്റും അപ്പുറത്ത് വിൻഡോയുടെ അവിടെ 2 സീറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയുള്ള ആ എക്സ്പീരിയൻസ് ഒക്കെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ ടേക്ക് ഓഫിനുള്ള സമയമായി. അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റ് അങ്ങനെ പതുക്കെ റൺവേയിലേക്ക് നീങ്ങുകയാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സിൻ്റെ ട്രാവലാണ് ബാംഗ്ലൂർ വരെയുള്ളത്. അങ്ങനെ ആകാശ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനൗൺസ്മെൻറ്റ് വീണ്ടും നമുക്ക് കേൾക്കാൻ സാധിച്ചു. ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ലാൻഡിംഗ് ആണ് അനൗൺസ്മെൻറ്റ് കേട്ടത്. ഏകദേശം 45 മിനിറ്റ്സിൻ്റെ ട്രാവൽ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിന് അടുത്തെത്തിയിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിലെ ആകാശ കാഴ്ചകളൊക്കെ കണ്ട് ലാൻഡിങ്ങിന് തയ്യാറായി നിൽക്കുകയാണ് ഫ്ലൈറ്റ്. അങ്ങനെ ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലാൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്നും റൺവേയിൽ നിന്നും അത് നമ്മുടെ ഇറങ്ങാനുള്ള ഗേറ്റിനടുത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മലയാളികളായാലും ഇന്ത്യക്കാരുടെ ഒരു പൊതുവെയുള്ള സ്വഭാവമാണ് സീറ്റ് ബെൽറ്റ് ഊരുക, എഴുന്നേറ്റ് ലഗേജ് എടുക്കാൻ പോവുക, ഹാൻഡ് ബാഗ് എടുക്കാൻ പോവുക എന്നുള്ളതൊക്കെ. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഫ്ലൈറ്റ് പൂർണ്ണമായി നിന്നതിന് ശേഷം മാത്രമേ നമ്മൾ സീറ്റ് ബെൽറ്റ് ഊരുകയും ഈ ഹാൻഡ് ബാഗൊക്കെ എടുക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് അവിടെ കേട്ടു. കാരണം ആൾക്കാരുടെ ഒരു ആകാംക്ഷയാണ് എപ്പോഴും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത പാടെ തന്നെ ചാടി ഇറങ്ങുക എന്നുള്ളത്. ഒരിക്കലും അത് പാടില്ല. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിനകത്ത് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ് വൈകുന്നേരം 7 മണിക്കേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് എക്സിറ്റ് എടുത്ത് ഞങ്ങൾ പുറത്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങനെ നോക്കി നടക്കുമ്പോൾ അവിചാരിതമായി നമ്മുടെ സ്വന്തം ഫാമിലി റിലേറ്റീവ്സിനെ അവിടെ വെച്ച് കാണാൻ സാധിച്ചു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന്.
നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവർ ജയ്പൂരിലേക്കുള്ള യാത്രയിലാണ്. അവരുടെ ഫ്ലൈറ്റ് ടൈം 3 മണിക്കായിരുന്നു. അപ്പോൾ അവർക്ക് കയറേണ്ട സമയമായപ്പോൾ അവർ നമ്മൾ യാത്രയാക്കി. ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയായിരുന്നു. ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എക്സ്പെൻസീവ് തന്നെയാണ് എയർപോർട്ടിനുള്ളിലെ ഫുഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി പിസയാണ് കഴിച്ചത്. അപ്പോൾ പിസ കഴിച്ച് തിരിച്ചു വന്ന് ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അകത്ത് കയറി സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഇൻഡിഗോ തന്നെയാണ് അവിടെ നിന്നും കണക്ഷൻ ഫ്ലൈറ്റായിട്ട് നമുക്കുള്ളത്. അങ്ങനെ ആസാമിലെ ഗുവാഹട്ടിയിലേക്കുള്ള യാത്ര നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. ഗുവാഹട്ടിയിലേക്ക് പോകാൻ ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം ഒരു 3 മണിക്കൂർ 20 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലെ യാത്രകൾ അതിമനോഹരം തന്നെയായിരുന്നു. കറക്റ്റ് ടൈമൊക്കെ തന്നെയായിരുന്നു ഇവിടുന്ന് നമ്മൾ പോയത്. ഫ്ലൈറ്റിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും ചിറകിന് ബാക്കിൽ തന്നെയാണ് നമ്മുടെ സീറ്റ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റിനുള്ളിൽ കയറി ഞങ്ങളിരിക്കുമ്പോൾ ഏകദേശം സൂര്യാസ്തമയത്തിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ സൂര്യാസ്തമയം കാണാൻ അതിമനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ളതെന്ന് പറയുന്നത് എൻ്റെ മൂത്ത അളിയനും ഫാമിലിയുമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ആസാമിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടേക്ക് ഓഫിന് ഏകദേശം ഇപ്പോൾ സമയമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 3 മണിക്കൂർ 10 മിനിറ്റ് യാത്ര ചെയ്ത് നമ്മൾ ആസാമിലെ ഗുവാഹട്ടി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തായാലും ആസാമിലെ കാഴ്ചകൾ കാണുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആസാമിലെ പുതുപുത്തൻ കാഴ്ചകളായി വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.